SNDP ഐക്യം അത് കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകളുണ്ടാക്കിയ ചലനങ്ങൾ അതുതന്നെയാണെന്ന് പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം സജി ചെറിയാന്റെ വർഗീയ പരാമർശവും രാവിലെ മുതൽ വാർത്താ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ആദ്യം തലക്കെട്ട്. സമുദായ നേതാക്കളുടെ വിമർശനത്തിൽ സതീശന് പാർട്ടിയുടെ പിന്തുണ. സതീശൻ പറഞ്ഞത് പാർട്ടി നയമെന്ന് രമേശ് ചെന്നിത്തല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്, അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. കോൺഗ്രസിന്റെ അഭിപ്രായമെന്ന് കെ മുരളീധരൻ, ആക്ഷേപങ്ങൾ ഒഴിവാക്കണമെന്ന് സണ്ണി ജോസഫ്, ആരു വർഗീയത പറഞ്ഞാലും എതിർക്കുമെന്ന് ആവർത്തിച്ച് VD സതീശൻ. VD സതീശനെതിരായ വിമർശനത്തിൽ വിശദീകരണവുമായി NSS SNDP ഐക്യം VD സതീശനെതിരെയല്ല. വിഷയത്തിൽ ചിലർക്ക് അനാവശ്യ രാഷ്ട്രീയ പരിഗണന നൽകിയെന്നും ആരോപണം. ഐക്യം സ്വാഗതം ചെയ്ത് CPM-ഉം കോൺഗ്രസും. സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തിൽ CPM നേതൃത്വത്തിന് അമർഷം. മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് കോൺഗ്രസ്, പ്രസ്താവന തിരുത്താതെ സജി ചെറിയാൻ. ഒന്നര വയസ്സുകാരനെ കടലിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരി. കൊലപാതക കുറ്റം തെളിഞ്ഞു. ശരണ്യ സുഹൃത്ത് നിധിനെ കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് കണ്ണൂർ തൈയിലെ വിയാനെ കൊലപ്പെടുത്തിയ കേസിൽ. കേരളത്തിന്റെ കുംഭമേളയ്ക്ക് നിളയുടെ തീരത്ത് തുടക്കം. ധ്വജാരോഹണം നടത്തി ഗവർണർ. സന്യാസിമാരും വിശ്വാസികളും തിരുനാവായയിലേക്ക്. രാവിലെ മുതൽ നിളയിൽ സ്നാനം തുടങ്ങി. സമൂഹമാധ്യമത്തിലൂടെയുള്ള ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്ന് ബന്ധുക്കളും പെണ്ണിനെ വിടാൻ പറ്റില്ല. അത് നല്ല ശിക്ഷ കൊടുക്കുന്നതാണ്, അതിൽ ജയിലിലിട്ട് അടയ്ക്കണം. ഇങ്ങനെ മറ്റുള്ള ഒരു വീട്ടുകാർക്കും ഞങ്ങൾക്ക് വന്ന മാതിരി മറ്റുള്ള കുടുംബങ്ങൾക്കും ഇങ്ങനെ വരരുത്. അതിനെ നുള്ളി കളയണം. അതിന് ബസ്സിൽ ദീപക് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പ്രചരിപ്പിച്ച യുവതിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഡീആക്റ്റീവായി. നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനം ഒഴിവാക്കണമെന്ന ഗവർണറുടെ ആവശ്യത്തോട് വഴങ്ങാതെ സർക്കാർ. ആദ്യം തയ്യാറാക്കിയ പ്രസംഗം അതേപടി ലോക്ഭവന് തിരിച്ചു നൽകി. വിമർശനം ഒഴിവാക്കി നയപ്രഖ്യാപനം അവതരിപ്പിക്കാൻ ഗവർണർ. 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളന തുടക്കം. കരൂർ ദുരന്തത്തിൽ വിജയെ പ്രതിയേർക്കാൻ CBI. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയേക്കും. കുറ്റപത്രം ഫെബ്രുവരിയിൽ. താരത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു.